ഹലോ, നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ ഉണ്ടാക്കുന്നത് പുട്ടാണ്. ഇത് 2 ദിവസത്തെ റെസിപ്പി കമ്പൈൻ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് പുട്ടിൻ്റെ കൂടെ നമ്മൾ ഏത്തപ്പഴം വെച്ചിട്ടുള്ള ഒരു കറിയാണ് ഉണ്ടാക്കുന്നത്. ഞാൻ ഷെഫ് സുരേഷ് പിള്ളയുടെ റെസിപ്പിയിൽ കണ്ടിട്ടുള്ള ഒരു കറിയാണ്. അപ്പോൾ ഞാനിത് 2-3 തവണ ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്ക് പുട്ടിൻ്റെ ഒപ്പം കഴിക്കാനായിട്ട് നല്ല ഇഷ്ടമുള്ളൊരു കറിയാണ്. ഞങ്ങൾക്ക് പൊതുവെ ഇങ്ങനെ മധുര കറികളോട് ഒരു പ്രത്യേക താല്പര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ഏത്തപ്പഴം വെച്ചിട്ട് ആ കറി ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. നിങ്ങളെ കാണിച്ചിട്ടില്ല ഇതുവരെ, അപ്പോൾ അതൊന്ന് കാണിച്ചു തരികയാവാം. അപ്പോൾ ഇതുപോലെ ഏത്തപ്പഴം നമ്മൾ വട്ടത്തിൽ അരിഞ്ഞിട്ട് ആണ് നമ്മൾ കറി ഉണ്ടാക്കുന്നത്. ഒരുപാട് അങ്ങ് പഴുത്തു പോയ ഏത്തപ്പഴമാണെങ്കിൽ അത്ര നന്നാവില്ല എന്ന് എനിക്ക് തോന്നുന്നു. അപ്പം നമ്മൾ 2 ഏലക്ക ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാടൊന്നും വേണ്ട, കാരണം ഇതെന്ന് പറഞ്ഞാൽ വളരെ മൈൽഡായിട്ടുള്ള മാത്രം മധുരക്കറിയാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ 2 ഏലക്ക മതിയാവും, കാരണം ഇതിനകത്തൊരു മൈൽഡ് ആ ഒരു ഏലക്കയുടെ ഫ്ലേവർ വേണമെന്നേ ഉള്ളൂ. മധുരക്കറിയാണ് കേട്ടോ, അത് ഞാൻ ആദ്യമേ പറയാം. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നമ്മുടെ പഴത്തിൻ്റെ മധുരത്തിനൊക്കെ അനുസരിച്ച് പഞ്ചസാരയുടെ അളവിൽ വ്യത്യാസം വരുത്താം. ഞാനിവിടെ ബ്രൗൺ ഷുഗറാണ് ഉപയോഗിച്ചിരിക്കുന്നത്, നിങ്ങൾക്ക് വെളുത്ത പഞ്ചസാര ചേർക്കാം. എന്നിട്ട് നമ്മളിത് പഞ്ചസാര ഒന്നങ്ങ് വെള്ളം പോലെ വരില്ലേ, അതിനകത്തിട്ട് നന്നായിട്ട് വരട്ടിയെടുക്കണം. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ പാത്രത്തിൽ വെച്ചാൽ വരണ്ട് വരില്ല, അടി പിടിക്കുള്ളൂ. അപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മൾ അത് നോൺ സ്റ്റിക്ക് പാത്രത്തിൽ ഉണ്ടാക്കുന്നതാണ് നല്ലതെന്ന്. ഞാൻ പണ്ട് നോൺ സ്റ്റിക്കിൽ ഉണ്ടാക്കിയത്, ഞാനത് അങ്ങ് ഓർക്കാതെ ചെയ്തു പോയതാണ്. അപ്പോൾ നമ്മൾ നോൺ സ്റ്റിക്ക് പാത്രത്തിനകത്തേക്ക് മാറ്റി നമ്മൾ അതിനകത്തൊന്ന് ആ പഞ്ചസാര ലായനിയിൽ കിടന്ന പഴത്തിലൊക്കെ പഞ്ചസാര പിടിച്ചൊന്ന് നല്ലോണം വഴണ്ട് ഒന്നങ്ങ് കളറൊക്കെ മാറി വരുമ്പോഴാണ് നമ്മൾ അതിനകത്തേക്ക് തേങ്ങാപ്പാൽ ചേർക്കുന്നത്. നിങ്ങൾക്ക് ഒരൊറ്റ പാലായിട്ട് ചേർക്കാം, അല്ലെങ്കിൽ 1-ാം പാൽ 2-ാം പാൽ എന്നുള്ള രീതിയിൽ ചേർക്കാം. ഞാനിവിടെ 2-ാം പാലാണ് ആദ്യം ചേർത്തത്. തിന്നായിട്ടുള്ള മിൽക്ക് ആദ്യം ചേർത്തു. ഇനി നമ്മുടെ പഴമെല്ലാം അതിനകത്ത് കിടന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. വെന്ത് വന്ന് കഴിയുമ്പോൾ നമ്മൾക്ക് അതിനകത്തേക്ക് 1-ാം പാൽ ചേർത്ത് കൊടുക്കാം. വളരെ എളുപ്പമാണ്. ഇതൊരു നമ്മൾ പുട്ടും പഴവും പഞ്ചസാരയൊക്കെ കൂട്ടി കഴിക്കില്ലേ, അപ്പോൾ ആ ഏത്തപ്പഴം ഇതുപോലെ പാലിൽ തേങ്ങാപ്പാലിൽ കിടന്ന് വെന്ത് പഞ്ചസാരയും കൂടെ കൂടി വരുമ്പോൾ ഒരു കുറുകിയ കറിയാണ്. അങ്ങനെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക സ്വാദാണ്. അതാണ് ഈ കറിയുടെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ കറി അവിടെ റെഡിയായി, നമ്മൾക്ക് ആ സമയം കൊണ്ട് തന്നെ പുട്ടുണ്ടാക്കാം. പുട്ടും വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ആ കറിനകത്തേക്ക് താളിച്ചൊഴിക്കണം. അത് ഓപ്ഷണലാണ് കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതിയാവും. ഞാനിവിടെ കുറച്ച് നെയ്യിൽ ചെറിയുള്ളി താളിച്ചിട്ടാണ് ഒഴിച്ചിട്ടുള്ളത്. നമ്മളിതിനകത്തേക്ക് കറിവേപ്പില അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചേർക്കില്ല, ആകെ ചെറിയുള്ളി മാത്രമാണ് ചേർക്കുന്നത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ എരിവോ അങ്ങനത്തെ വേറെ പൊടികളോ ഒന്നും ഇല്ലാത്ത ഒരു കറിയാണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ നല്ല സ്വാദാണ് പുട്ടിൻ്റെ ഒപ്പം. ഞാൻ വേറെ ഒന്നിൻ്റെ ഒപ്പം ഇത് ട്രൈ ചെയ്തിട്ടില്ല, പക്ഷെ പുട്ടിൻ്റെ ഒപ്പം നല്ല ഉഗ്രൻ സ്വാദാണ്. എളുപ്പത്തിലാവുകയും ചെയ്യുമല്ലോ. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ബീഫിൻ്റെ ലിവർ വരട്ടിയതാണ്. അപ്പോൾ ഞാൻ പണ്ട് ഏതോ റെസിപ്പിയിൽ ഇങ്ങനെ കാണിച്ചപ്പോൾ 1-2 പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ റെസിപ്പി ഇടുമെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഹോൾ ഫുഡ്സിൽ നിന്നാണ് സാധാരണ ഇങ്ങനെ ലിവറൊക്കെ വാങ്ങാറുള്ളത്. ഇത് ബീഫിൻ്റെ ലിവറാണ്, ഇതും ഹോൾ ഫുഡ്സിൽ നിന്ന് തന്നെയാണ് വാങ്ങിയിട്ടുള്ളത്. അങ്ങനത്തെ 2 പാക്കറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ തന്നെ കുറച്ച് കുരുമുളക്, കുറച്ച് പെരുംജീരകം, കുറച്ച് പച്ചമുളക്, ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുകയാണ്. അപ്പം നമ്മൾ ഈ ലിവർ ഉണ്ടാക്കുന്നത് സാധാരണ നമ്മൾ ബീഫ് ഒക്കെ ഉണ്ടാക്കില്ലേ, ബീഫ് ചിക്കനൊക്കെ ഉണ്ടാക്കുന്ന പോലെയൊക്കെ തന്നെയാണ് ഏകദേശം. പക്ഷെ ഇതിനകത്ത് നമ്മൾക്ക് കുറച്ചുകൂടെ വെളുത്തുള്ളിയുടെയൊക്കെ ഫ്ലേവർ കൂടുതൽ നിൽക്കുന്നത്, അതുപോലെ ഇഞ്ചി, വെളുത്തുള്ളി അതിൻ്റെയൊക്കെ ടേസ്റ്റ് കൂടുതൽ വരുന്നത് എപ്പോഴും ഈ ലിവറിനൊക്കെ നല്ലതായിരിക്കും. അപ്പം നമ്മൾ വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞപ്പോൾ നമ്മൾ ആ ചതച്ച് വെച്ച കൂട്ടില്ലേ, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കുരുമുളക്, അതുപോലെ തന്നെ പെരുംജീരകം ഇതിനകത്ത് വലിയൊരു ടേസ്റ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ഒഴിവാക്കരുത്. നന്നായിട്ടൊന്ന് വരട്ടി മൂപ്പിച്ചെടുക്കുക. അതിൻ്റെ ഒരു പച്ച മണമൊക്കെ ഒന്ന് മാറി കഴിഞ്ഞിട്ടാണ് നമ്മൾ സവാള ചേർത്ത് കൊടുക്കുന്നത്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കുന്ന 2-3 വിഭവങ്ങളുള്ള ചോറാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ സവാള നമ്മൾ ഒരുപാട് ചേർക്കണ്ട, ഒരുപാട് ചേർത്താൽ ഒരു മധുരം പോലെ വരും. അപ്പം നിങ്ങൾക്ക് സവാളയ്ക്ക് പകരം ചെറിയുള്ളി ചേർക്കാം, അതാകുമ്പോൾ നല്ല ടേസ്റ്റും ആയിരിക്കും, അധികം മധുരമൊന്നും ഉണ്ടാവില്ല.
പക്ഷെ അത് മുതലാവാത്ത കാരണം ഞാൻ അതല്ല ചേർത്തതെന്ന് മാത്രം. ഇനി നമ്മളിവിടെ അത് വഴണ്ടി വരുന്ന സമയം കൊണ്ട് തന്നെ നമ്മൾക്ക് മെഴുക്ക് വരട്ടിക്കുള്ള സാധനങ്ങൾ അരിഞ്ഞെടുക്കാം. അപ്പൊ ഇന്ന് ക്യാരറ്റും അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങും കൂടിയിട്ടാണ് മെഴുക്ക് വരട്ടി ഉണ്ടാക്കുന്നത്. അപ്പൊ ഞാൻ ഇതുപോലെ നമ്മളെ കൂടെ തന്നെ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് ഊണിനുള്ള കാര്യങ്ങളൊക്കെ റെഡി ആവും കേട്ടോ. ഇന്നത്തെ കറികളെല്ലാം തന്നെ പെട്ടെന്ന് ആവുന്ന കറികളുമാണ്. അപ്പൊ അതവിടെ ഇടയ്ക്ക് ഇളക്കി തരുന്നുണ്ട്. എനിക്ക് ഞാൻ വന്നൊന്ന് ഇളക്കി തന്നതാണ്. അപ്പം നമ്മളിവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ഉള്ളി വഴണ്ടി കഴിഞ്ഞു. അതിനകത്തേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ലിവർ ചേർത്ത് കൊടുക്കുകയാണ്. കഴുകി വെച്ചിരിക്കുന്ന ലിവർ നന്നായിട്ട് നമ്മൾക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളുടെ സവാള എല്ലാം വഴണ്ടതിൻ്റെ ഒപ്പം തന്നെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ബീഫ് എന്താ പറയാ ജസ്റ്റ് നന്നായിട്ട് വെള്ളത്തിൽ കഴുകിയെടുത്തതേ ഉള്ളൂ. വേറെ ഒന്നും പ്രത്യേകിച്ച് ചേർത്തൊന്നും ഇല്ല കേട്ടോ. ചിലരൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് മൈദയൊക്കെ ചേർക്കും അതിന്റെ ഉളുമ്പ് ചുവ പോവാനായിട്ട്. ഞാനിവിടെ അതൊന്നും അല്ലെങ്കിൽ വിനാഗിരിയൊക്കെ ചേർക്കുന്ന ഞാൻ ചേർത്തിട്ടില്ല. പിന്നെ പൊടികളാണ് ഇപ്പൊ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ചേർക്കുന്നത് വളരെ കുറേച്ച് പൊടികളെ നമ്മൾ ചേർക്കുന്നുള്ളൂ. മുളക് പൊടി, മല്ലിപ്പൊടി, പെരിഞ്ജീരകത്തിന്റെ പൊടി, കുരുമുളക് പൊടി, കുറച്ച് ഗരം മസാല, ഇതൊക്കെയാണ് നമ്മുടെ പൊടികൾ. ഞാൻ അളവുകൾ താഴെ കൊടുക്കാം നമ്മുടെ എരിവിനനുസരിച്ച്. പിന്നെ കുരുമുളക് പൊടി നമ്മളിത് വരണ്ട് വരുമ്പോൾ ഒക്കെ ചേർത്ത് കൊടുക്കും. അപ്പൊ കുരുമുളകിന്റെ ടേസ്റ്റാണ് ഇതിനകത്ത് കൂടുതൽ വേണ്ടത്. നമ്മുടെ മുളക് പൊടി ഒരുപാട് അങ്ങ് യൂസ് ചെയ്യണ്ട. ഈ പൊടികളെല്ലാം നന്നായിട്ട് ഒന്ന് വരണ്ട് കഴിയുമ്പോൾ നമ്മൾക്കത് മൂടി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വെള്ളം വരുന്ന വരെ ഒന്ന് മൂടി വെക്കാം. അത് കഴിയുമ്പോൾ നമ്മൾ അതിനകത്തേക്ക് വെള്ളം ചേർത്ത് കൊടുക്കും. ശരിക്കും പറഞ്ഞാൽ ഓർഗൻ മീറ്റിനൊന്നും ഒരുപാട് വേവില്ല. പക്ഷെ നമ്മൾക്കത് എനിക്കൊക്കെ അത് വെള്ളത്തിലൊന്ന് വേവിക്കാതിരുന്ന എന്തോ ഒരു മനസ്സിനൊരു തൃപ്തിക്കുറവാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അത് വളരെ കുറച്ച് വേവേ ഉള്ളൂ ഓർഗൻ മീറ്റ് എന്നാണ് പറയുക. പക്ഷെ ഞാനിവിടെ വെള്ളത്തിൽ നല്ലോണം വേവിച്ചു കേട്ടോ. കാരണം നമ്മളത് കുറച്ച് കൂടുതലായി കഴിഞ്ഞാൽ റബ്ബർ പോലെ ആവും. അത് കഴിഞ്ഞ് വീണ്ടും അത് ടെൻഡറായി വരാനായിട്ട് കുറച്ചും കൂടെ സമയം എടുക്കും. അപ്പോൾ നമ്മൾക്ക് വേണമെങ്കിൽ പ്രഷർ കുക്കറിലിട്ട് വേവിക്കാം. അത് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഓപ്പൺ ആയിട്ട് ഇങ്ങനെ വെച്ച് വേവിക്കുമ്പോൾ കുറച്ചും കൂടെ സമയം എടുക്കും. അപ്പോൾ ഇവിടെ ജസ്റ്റ് സാധാരണ രീതിയിൽ ഒരു മെഴുക്ക് വരട്ടി ഉണ്ടാക്കുന്നുണ്ട്. അതിനകത്ത് സവാള, അതുപോലെ തന്നെ ക്യാരറ്റ്, അതുപോലെ ഉരുളക്കിഴങ്ങ്, ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ലിവറിൽ നിന്ന് കുറച്ചൊക്കെ വെള്ളം ഇറങ്ങി വന്നു തുടങ്ങി. നമ്മൾ ഇനി അതിനകത്തേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് നമ്മൾ വേവിക്കാൻ പോവാണ്. നിങ്ങൾക്ക് ഈ ടൈമിൽ നിങ്ങൾക്ക് ഇതെല്ലാം ഈ നമ്മൾ വഴറ്റുന്നതെല്ലാം കുക്കറിൽ ചെയ്തിട്ട് കുക്കർ അടച്ചു വെച്ച് ഒന്ന് രണ്ട് വിസിൽ കേൾപ്പിച്ചിട്ട് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം. എനിക്കിപ്പോൾ ഇവിടെ മറ്റു കറികൾ ഉണ്ടാക്കുന്ന ടൈം ഞാനിത് അങ്ങ് മാനേജ് ചെയ്തെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് പ്രഷർ കുക്കറിലാണെങ്കിൽ കുറച്ചും കൂടെ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ ആവുന്നതായിരിക്കും. അതേ കണ്ടോ, നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തു. കുറച്ചൊക്കെ വെള്ളം അതിൽ നിന്ന് വരും. അതും കൂടെ കൂടിയിട്ട് നമുക്ക് നന്നായിട്ട് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. മെഴുക്ക് വരട്ടിയിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തു. ഇതിനകത്ത് ഞാൻ പച്ചമുളക് ഇട്ടിട്ടല്ല ഈ മെഴുക്ക് വരട്ടി ഉണ്ടാക്കുന്ന, പൊടികൾ ഇട്ടിട്ടാണ്. ഞാൻ പല രീതിയിൽ എപ്പോഴും മാറി മാറി ചെയ്യും. ചിലപ്പോൾ ഞാൻ പച്ചമുളക് മാത്രം ഇട്ടിട്ട് മെഴുക്ക് വരട്ടി ഉണ്ടാക്കും, ചിലപ്പോൾ ചതച്ച മുളക് മാത്രം ഇടും, ചിലപ്പോൾ ഞാൻ പൊടികൾ ചേർക്കും. അങ്ങനെ പല രീതിയിൽ മാറ്റിയാണ് ഞാൻ ചെയ്യാറുള്ളത്. അപ്പൊ ഇന്നത്തെ ഈ മെഴുക്ക് വരട്ടിക്കകത്ത് നമ്മൾ പൊടികളാണ് ചേർക്കാൻ പോകുന്നത്. അതുകൊണ്ട് ആദ്യം വേറൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ അതവിടെ മൂടി വെച്ച് നീ വെന്ത് വരട്ടെ. നമ്മൾ ഇനി വേറൊരു കറി കൂടെ ഉണ്ടാക്കുന്നുണ്ട്, ചാറ് കറി. ഇന്നലെ വെച്ച മീൻകറി ഇരിപ്പുണ്ട്. പക്ഷെ എന്നാലും വേറൊരു കാര്യം കൂടെ വേണമെന്ന് എനിക്ക് തോന്നി. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന തക്കാളി പച്ചടിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ തക്കാളി ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. അതുപോലെ തന്നെ അതിന് വേണ്ടിയിട്ട് ഒരു സവാളയും വേണം. അപ്പോൾ തക്കാളിയും സവാളയൊക്കെ ഇട്ടിട്ടൊന്ന് വേവിച്ചെടുത്തിട്ട് നമ്മൾ ചെറിയൊരു രീതിയിൽ തേങ്ങയും തൈരും ഒക്കെ കൂടി അരച്ചെടുക്കത്തില്ല. നമ്മുടെ സാധാരണ പച്ചടി തന്നെ. നമ്മൾ ബാക്കിയുള്ള കഷ്ണങ്ങൾക്ക് പകരം തക്കാളിയാണ് ചേർക്കുന്നതെന്ന് മാത്രം. സവാള ഇതുപോലെ ചെറുതാക്കിയാണ് അരിഞ്ഞെടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നീളത്തിൽ അരിഞ്ഞെടുക്കാം കേട്ടോ. ഇനി നമ്മൾ അതിനകത്തേക്ക് വളരെ കുറച്ചല്ലേ ഉള്ളൂ. അപ്പോൾ ചെറിയ ഒരു പാനിലേക്ക് ഇട്ടിട്ട് നമുക്കതൊന്ന് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കാം. തക്കാളിയുടെയും സവാളയുടെ ഒന്നും ക്രഞ്ചിനെസ് പോവാൻ പാടില്ല. അപ്പൊ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് പെട്ടെന്ന് 1-2 മിനിറ്റ് ഒക്കെ മതിയാവും. അതൊന്ന് വേവിച്ചെടുക്കാം. അപ്പൊ നമ്മുടെ 3 അടുപ്പും ഇവിടെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കണം. അപ്പൊ ഒരേ സമയം നമ്മൾക്ക് ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മളുടെ ഊണ് റെഡിയാവും. അപ്പൊ നമ്മുടെ വെള്ളം തിളച്ച് കഴിഞ്ഞിട്ട് ഒരു 2-3 മിനിറ്റ് മാത്രം നമ്മളുടെ തക്കാളി വേവിച്ചാൽ മതിയായിരിക്കും കേട്ടോ. അപ്പൊ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പൊ ഇവിടെ നമ്മുടെ പച്ചക്കറികൾ ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇനി അതിനകത്തേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് നമ്മൾ പൊടികൾ ഇട്ടിട്ടാണ് നമ്മുടെ മെഴുക്ക് വരട്ടി. അപ്പോൾ ഇടയ്ക്ക് നമ്മുടെ ലിവർ ഒന്ന് ഇളക്കി കൊടുക്കാനായിട്ട് മറക്കണ്ട. അതിനകത്ത് ഇപ്പോഴും വെള്ളമുണ്ട്. ഞാൻ ചെറു തീയിൽ വെച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത്. നന്നായിട്ട് വെന്ത് വരട്ടെ.
നമ്മുടെ മെഴുക്ക് വരട്ടീനകത്തേക്ക് നമ്മൾ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ 2 പൊടികളാണ് മെഴുക്ക് വരട്ടീനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ആ പൊടികളുടെ പച്ചമണമൊക്കെ മാറി നമ്മളുടെ കഷ്ണങ്ങളിലെല്ലാം നന്നായിട്ട് പിടിച്ച് വരുന്നവരെ ജസ്റ്റ് ഒന്ന് വരട്ടി കൊടുക്കാം. അത് കഴിയുമ്പോൾ നമ്മളുടെ മെഴുക്ക് വരട്ടി റെഡി ആയിട്ടോ. ഇങ്ങനെ പൊടികളിട്ടുണ്ടാക്കുന്ന മെഴുക്ക് വരട്ടിക്കൊരു വേറെ സ്വാദാണ്. അതുപോലെ തന്നെ പച്ചമുളകിൻ്റെ എരിവ് മാത്രം വരുമ്പോൾ ഒരു വേറെ തന്നെ സ്വാദാണ്. അപ്പോൾ ഞാനിങ്ങനെ ഇടയ്ക്ക് രണ്ടും പരീക്ഷിച്ച് നോക്കാറുണ്ട്. അപ്പോൾ അത് അടുപ്പിൽ നിന്ന് മാറ്റിയിട്ടോ, അതായി കഴിഞ്ഞപ്പോൾ. അപ്പോൾ ഞാനിവിടെ ലിവർ വെന്തോന്നൊന്ന് കുത്തി നോക്കുന്നതാണ്. അപ്പോൾ ഏകദേശം വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. കുറച്ചും കൂടെ വേവാനുണ്ടെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ ഇച്ചിരി കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തു. അപ്പോൾ അവിടെ കിടന്ന് ഒന്നോടെ വെന്ത് വരട്ടെ. ആ സമയം കൊണ്ട് നമുക്കിവിടെ നമ്മളുടെ തക്കാളി പച്ചടിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തെടുക്കാം. 2-3 പച്ചമുളക്, കുറച്ച് തേങ്ങ, അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ കടുക്, പിന്നെ നമ്മളുടെ തൈര്. തണുപ്പില്ലാത്ത തൈരായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ നമ്മളുടെ തേങ്ങ നന്നായിട്ട് അരഞ്ഞു കിട്ടില്ല കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ അത് നല്ലോണം നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്ത് നമ്മളുടെ ആ വെന്ത് വന്ന തക്കാളിയും സവാളയില്ലേ ആ കൂട്ടിനകത്തേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇത്രയേ ഉള്ളൂ കറി. ഇനി നമ്മൾ അതിനകത്തേക്ക് താളിച്ച് ചേർത്താൽ മതി. എന്തൊരെളുപ്പം. എനിക്കിങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന പച്ചടികൾ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പലതരം പച്ചടികൾ പണ്ട് കാണിച്ചിട്ടുണ്ട്. നമ്മൾ കഴിക്കുന്ന വെള്ളരിക്കയില്ലേ, സാലഡ് കുക്കുമ്പറൊക്കെ വെച്ചിട്ടുള്ള പച്ചടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ തന്നെ നമ്മുടെ സാധാരണ വെള്ളരിക്ക വെച്ചിട്ടൊക്കെ നിങ്ങൾക്ക് പച്ചടി ഉണ്ടാക്കാം. എൻ്റെ പല വീഡിയോസിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇനി നമ്മൾ ഈ വെള്ളം കൂടെ വറ്റി വന്നപ്പോൾ നമ്മൾ അതിനകത്തേക്ക് കറിവേപ്പിലയൊക്കെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വരട്ടിയെടുക്കണം. നല്ല കറുത്ത കളറിലൊക്കെ ബീഫിൻ്റെ ലിവറാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അല്ലേ. എൻ്റെയൊക്കെ വീട്ടിലുണ്ടാക്കുമ്പോൾ അങ്ങനെയാണ്. അപ്പോൾ നമ്മളത് ചെറു തീയിൽ കിടന്ന് നന്നായിട്ട് വറ്റി നല്ലോണം വരണ്ട് വരട്ടെ. അപ്പോൾ നമ്മളുടെ പച്ചടിക്കുള്ള കടുക് അപ്പുറേ താളിക്കുന്നതാണ്. കടുക്, കറിവേപ്പില, വറ്റൽമുളക്, ഇത്രയും സാധനങ്ങൾ വെളിച്ചെണ്ണയിൽ വരട്ടിയിട്ട് ചേർത്ത് കൊടുക്കുകയാണ് നമ്മളുടെ പച്ചടിനകത്തേക്ക്. നമ്മളതിനകത്ത് അതൊന്ന് മൂടി വെക്കാം. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾക്കൊന്ന് ഇളക്കിയെടുക്കാം. ഇപ്പോൾ കണ്ടോ, നല്ലോണം മസാലയൊക്കെ നമ്മളുടെ ലിവറിൻ്റെ കഷ്ണങ്ങളിലെല്ലാം പിടിച്ച് വന്നിട്ട് നല്ലോണം വരണ്ട് വരുന്നുണ്ട്. അപ്പോൾ ചെറു തീയിൽ തന്നെ വെച്ച് ഇതുപോലെ കുറച്ച് സമയം എടുത്താലേ നമ്മളുടെ ഒരു കറുത്ത കളറ് അല്ലെങ്കിൽ ആ ഒരു നമ്മളുടെ അപ്പീലിംഗ് ആയിട്ടുള്ള രീതിയിലേക്ക് വരുള്ളൂ. അപ്പോൾ ഏകദേശം ആയി വന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് പെരിഞ്ജീരകത്തിൻ്റെ പൊടി, അതുപോലെ തന്നെ കുറച്ച് ഗരം മസാലയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് പെപ്പർ പൗഡറൊക്കെ ചേർത്ത് കൊടുക്കാം, എരിവൊക്കെ നോക്കിയിട്ട്. എൻ്റെ ആവശ്യത്തിന് നന്നായിട്ട് എരിവുണ്ടായിരുന്നു. അപ്പം ഞാൻ വേറെ പ്രത്യേകിച്ച് വീണ്ടും ചേർത്ത് കൊടുത്തില്ല. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. പിന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കറിവേപ്പിലയൊക്കെ ചേർത്ത് കൊടുക്കാം, പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അതെല്ലാം അതിന് ടേസ്റ്റ് കൂട്ടേ ഉള്ളൂ. അപ്പോൾ ഇത് നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന കറിവേപ്പില ആയത് കാരണം ഉള്ളത് കൊണ്ട് ഞാനത് ഇട്ടെന്നേ ഉള്ളൂ. എന്നിട്ട് കുറച്ചും കൂടെ ഒന്ന് നല്ല കളറാവുന്നവരെ വരട്ടിയെടുക്കാം. എൻ്റെ ഇവിടെ ലൈറ്റിൻ്റെ പ്രത്യേകത കൊണ്ട് നിങ്ങൾക്ക് അതിൻ്റെ കളറങ്ങ് കറക്റ്റായിട്ട് അറിയാൻ പറ്റുന്നുണ്ടാവില്ല. നല്ല അടിപൊളി കളറായിരുന്നു. അപ്പോൾ എനിക്ക് ആ കളറൊക്കെ അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നി. അപ്പോൾ നമ്മുടെ പച്ചടി ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. വളരെ കുറച്ചേ ഉള്ളൂ, കാരണം ഇതിങ്ങനെ പച്ചത്തേങ്ങയൊക്കെ അരച്ചുണ്ടാക്കുന്നതല്ലേ, നമ്മൾക്ക് ഒരുപാട് നേരം വെച്ചിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു നേരത്തേക്കുള്ള കറി അല്ലെ 1-2 നേരത്തേക്ക് മാക്സിമം. അതേ നമ്മുടെ കറികളും കൂട്ടാനെല്ലാം റെഡിയായി. ഇന്നലെ വെച്ച മീൻകറി അവിടെ ചട്ടിയിനകത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ക്യാരറ്റ് പൊട്ടറ്റോ മെഴുക്ക് വരട്ടി നല്ല അടിപൊളിയായിട്ടിരിക്കുന്നുണ്ടല്ലേ നമ്മുടെ പച്ചടി. അതുപോലെ തന്നെ ഇന്നലെ വെച്ച നല്ല ചുവന്ന ചാറിൻ്റെ മീൻകറി, എണ്ണയെല്ലാം തെളിഞ്ഞ് നല്ല പുളിയുള്ള മീൻകറിയാണ്. അതുപോലെ തന്നെ നമ്മളുടെ കരൾ വരട്ടിയത്, എല്ലാം കൂടി ഒരു കിടു ഊണാണ് ഇന്നത്തെ. അപ്പോൾ ഇങ്ങനൊരു കോമ്പിനേഷൻ പരീക്ഷിച്ച് നോക്കൂട്ടോ. ഇൻ കേസ് ഇപ്പോൾ മീൻകറി ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഇത് എൻ്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടായിരുന്നതുകൊണ്ട് ഞാനതും കൂടി എടുത്തതേ ഉള്ളൂ. പക്ഷേ കിടുവായിട്ടുള്ള കോമ്പിനേഷനാണ്. അപ്പോൾ നമുക്ക് ഊണ് കഴിച്ചാലോ? അപ്പോൾ ഈ ചോറ് ഇവിടെ വിളമ്പി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കറികളൊക്കെ ഇട്ടിട്ട് നമുക്ക് ഊണ് കഴിക്കാം. നല്ല ചൂട് കുത്തരിച്ചോറിൻ്റെ ഒപ്പം നല്ല ചുവന്ന ചാറ് മീൻകറിയും ഇതുപോലെ കരൾ വരട്ടിയതും കുറച്ച് പച്ചക്കറികളിലുള്ള മെഴുക്ക് വരട്ടിയും അതുപോലെ തന്നെ ഒരു പച്ചടിയും എല്ലാം കൂട്ടിയിട്ട് കഴിക്കുമ്പോൾ ഒരു സുഖമൊന്ന് വേറെ തന്നെയല്ലേ. അപ്പോൾ നിങ്ങൾക്ക് കൊതിയാവുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പോയിട്ട് കരൾ വാങ്ങിച്ചുകൊണ്ട് വരിക. ഈ ബാക്കിയെല്ലാം തന്നെ നമ്മുടെ വീട്ടിലെപ്പോഴും ഉണ്ടാവുന്ന കാര്യങ്ങളല്ലേ. അപ്പോൾ ഈ കോമ്പിനേഷൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ഞങ്ങളുടെ റെസിപ്പീസൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് വഴിയൊക്കെ ഒന്ന് അറിയിക്കാൻ മറക്കരുത്. ഞാൻ അവിടെ ഒരു ഉപ്പിലിട്ട കാന്താരിമുളകും കൂടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ പിന്നീട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.